ടർക്കി. അതെ. 2020 അതെ. 2020-ലാണോ എന്താണ് മരണം നടന്നത്? 2020-ലാണോ? അതെ. 16-ാമത്തെ ചോദ്യം, മരണകാരണം ഫാസ്റ്റിംഗ് ആണോ, നിരാഹാരമാണോ? അതെ. 16 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഞാൻ താങ്കൾക്കൊരു ഉപകാരം ചെയ്യാം. ഇനി എനിക്ക് 5 ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ 5 ചോദ്യങ്ങൾക്ക് പകരം ഞാൻ ഇനി പറയുന്നത് ഉത്തരമാണ്. ആ ഉത്തരം തെറ്റാണെങ്കിൽ പിന്നെ ഞാൻ ചോദ്യം ചോദിക്കില്ല. ശരിയായിരിക്കും സാർ. യു വിൽ വിൻ. എത്ര? 5-ാമത്തെ ക്ലൂ. യു വിൽ വിൻ ₹10,000. ഒക്കെ ആര്യ മനസ്സിൽ വിചാരിച്ചത് ദുരധികാരത്തിൻ്റെ ദുശാസന രൂപങ്ങൾക്കെതിരെ നിരാഹാര സമരം അനുഷ്ഠിച്ച് തീക്ഷ്ണമായ പോരാട്ടം നിർവഹിച്ച് 20-കൾ മാത്രം പ്രായമുണ്ടായിരിക്കുമ്പോൾ നിരാഹാരത്തിൻ്റെ ഭാഗമായി മരണത്തിലേക്ക് നടന്നു നീങ്ങിയ, അല്ലെങ്കിൽ മരണം വരിച്ച, ഉപവാസത്തിലൂടെ മരണം വരിച്ച പോരാട്ടത്തിൻ്റെ പ്രതീകമായി മാറിയ, തുർക്കിയിലെ സംഗീതത്തിൻ്റെ അപ്പോസ്റ്റലായി മാറിയ രക്തസാക്ഷിയായ ഹെലന ബോലേക്കല്ലേ മനസ്സിൽ? അല്ല. ഹെലന ബോലേക്കല്ലേ മനസ്സിൽ? 2020 ടർക്കി. അതെ. നിരാഹാരം കിടന്ന് മരിച്ചു. അതെ. അല്ല, വനിതയാണെന്നല്ലേ പറഞ്ഞത്? അതെ. ഹെലന ബോലേക്കിന് ശേഷം മരിച്ചതാണ്. അതെ. അയ്യോ, ഹെലന ബൊലേക്കാണ് 2020 ആദ്യം നിരാഹാരം കിടന്ന് മരിച്ചത്. നാലാമത്തെ ആൾ. 2 വനിതകളാണ് മരിച്ചത്. മറ്റേ അഡ്വക്കേറ്റ് അല്ലേ, അഭിഭാഷക. ഓക്കെ. അത് പോട്ടെ, ആ വിട്ടു. കൺഗ്രാറ്റുലേഷൻസ്. പറഞ്ഞ വാക്ക് പിന്നീട് നമ്മൾ തിരിച്ചെടുക്കില്ല. എബ്രൂട്ടിൻറ്റ് അഡ്വക്കേറ്റ് ആയിരുന്നു. ഞാൻ സാറ് പറയുമെന്ന് വിചാരിച്ചു, കാരണം രാഷ്ട്രീയവുമായി നമ്മൾ ബന്ധപ്പെട്ടതാണെന്നും. ഹെലന ബോലേക്കിന്റെ രാഷ്ട്രീയല്ലേ? ആണ്. പക്ഷെ എന്നാലും ആ ലോയർ എന്നുള്ളൊരു ഇതിലേക്ക് എത്തി എന്നുള്ളത്. അയ്യോ, അതൊരു വലിയ സംഭവം. അല്ല, ലോയർ എന്നുള്ള ചോദിച്ചില്ല. ഇതാണ് അട്ടി എന്ന് പറയുന്നത്. അത് ഇഷ്ടപ്പെട്ടു, അത് ഗംഭീരമായി, നന്നായി. ഹെലന ബൊലേക്ക് ഒപ്പം ഈ പറഞ്ഞ എബ്രൂട്ടിൻറ്റ്, ഈ 2 പേര് ടർക്കിയിൽ 2020 നിരാഹാരം കിടന്ന് മരിച്ചിട്ടുണ്ട്. ഭരണകൂടത്തിൻ്റെ ഭീകരതകൾക്കെതിരെയാണ്. അതിൽ ഹെലന ബൊലേക്ക് പാട്ടുകാരിയായിരുന്നു. അവർ ഈ എല്ലാ ട്രഡീഷണൽ താളങ്ങളോടും താല്പര്യമുള്ള ആളായിരുന്നു. ഷി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ. ഹെലന, അതും 2020-ലാണ്. ഒരേ സമരത്തിൻ്റെ ഭാഗം. അത് കലക്കി എന്ന് പറഞ്ഞാൽ ഇത് 2ാമത്തെ അനുഭവമാണ്. ഒന്ന് 2002 അശ്വമേധം, 2001 അശ്വമേധത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഒരു മത്സരാർത്ഥി തനുവിനെ, ശുഭയെ വിചാരിച്ചു. ഞാൻ ഈ 20 ചോദ്യങ്ങൾ കഴിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ വിചാരിച്ചത് ഒന്നാണോ എന്നൊക്കെ. യെസ്, നിങ്ങൾ വിചാരിച്ചത് തനുവിനെ അല്ലേ ചോദിച്ചു. അല്ല, ഞാൻ ശുഭയാണ് വിചാരിച്ചത് എന്നായി. എന്തായാലും 2 ഓർമ്മിക്കപ്പെടേണ്ട പേരുകൾ തന്നെ. മത്സരഫലത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട്. തീർച്ചയായും. അതും നമ്മുടെ നാടിൻ്റെ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഈ ആശുപത്രിയിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ മരിച്ചതല്ലേ? ഫാസ്റ്റിംഗ് ചെയ്തു, എന്നിട്ട് ആശുപത്രിയിലേക്ക് അദ്ദേഹം, അവരും അവരുടെ കൂടെയുള്ളൊരു വ്യക്തിയെയും കൂടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവർ മാത്രമേ മരിച്ചുള്ളൂ അല്ലേ? അപ്പോഴത്തേക്കും സുപ്രീം, അവിടുത്തെ കോടതി 4 പേര് മൊത്തം മരിച്ചിരുന്നു. ഹെലന അത്രത്തോളം കാലമൊന്നും ആശുപത്രി ഉണ്ടായിരുന്നില്ല. ഇല്ല, ഹെലനയാണ് ആദ്യം. ഹെലന മരിച്ചു. അത് കഴിഞ്ഞ് വേറെ 2 പേരും കഴിഞ്ഞ 4ാമതാണ്. ഒരു സമരമല്ല സാർ, അത് ഒറ്റ ഒരു സമരത്തിന്റെ ഒരേ അല്ലല്ല. എബ്രുവിന്റെ ഹെലനയുടെ ഒരു സമരമല്ല. എബ്രുവിൻ്റെത് വനിതാ അഭിഭാഷകരുടെ സമരമാണ്. ടർക്കിയിലെ അഭിഭാഷക വനിതകൾ ചേർന്ന് നടത്തിയ ഒരു വലിയ പോരാട്ടം അവർ നടത്തിയത്. പക്ഷെ നടത്തിയ സംഭവം രണ്ട് സ്വഭാവത്തിലുള്ള സമരമായിരുന്നു. ഹെലനയുടേത് കുറച്ചുകൂടി ഒരു എന്താ പറയുക, സ്വന്തം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വർഗബോധത്തിൻ്റെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. മറ്റൊരു പ്രൊഫഷണൽ നോയർ ഉണ്ടായിരുന്നു അതിനകത്ത്. അല്ല, ഞാൻ പറഞ്ഞത് ഒരു പ്രൊഫഷണൽ നോയറിലാണ് അവരുടെ സമരം നടത്തുന്നത്. അപ്പോൾ അഭിഭാഷകരുടെ ഗ്രൂപ്പായിരുന്നു. 2ഉം നല്ലത് തന്നെ. ഹെലനയും എബ്രൂട്ടിൻറ്റിനും ഇങ്ങനൊരു തെറ്റ് സ്വാഭാവികമാണ്, പറ്റാം അല്ലേ? അതെനിക്കൊരു തെറ്റ് പറ്റിയതാണ്. പക്ഷേ എങ്കിലും അത് ഗംഭീരമായി. യു ഡിസർവ് എ പ്രൈസ് ആയി. അതുകൊണ്ടാണ് അങ്ങനെ തെറ്റിയത്. അല്ലെങ്കിൽ ഒരു വിൺവാക്ക് വായിൽ നിന്ന് വീഴുകയും ചെയ്തു.
ഹെലന അല്ല എന്ന് ആര്യ പറഞ്ഞപ്പോൾ ചിന്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതിലോട്ട് എത്തിയേനെ. എബ്രോ ടിംറ്റേക്ക്, അഭിഭാഷക, കർദിഷ് തുർക്കി മനുഷ്യാവകാശ പ്രവർത്തക. സോമ ഖനി ദുരന്തത്തിൽ സർക്കാർ വീഴ്ചകൾ മൂലം മരിച്ച ഖനി തൊഴിലാളികൾക്കും സർക്കാരിന്റെ ചില നയങ്ങൾക്കെതിരെ പോരാടുന്നവർക്കും വേണ്ടി ശബ്ദമുയർത്തിയ പ്രോഗ്രസീവ് ലോയേഴ്സ് അസോസിയേഷൻ, പീപ്പിൾസ് ലോ ബ്യൂറോ എന്നീ പേരുകളുള്ള അഭിഭാഷകരുടെ സംഘത്തിലെ സജീവ പ്രവർത്തകയായിരുന്നു. ഇവരിൽ 2017 അറസ്റ്റ് ചെയ്യപ്പെട്ട 18ഓളം അഭിഭാഷകരിൽ ഒരാളായിരുന്നു എബ്രോ ടിംറ്റേക്ക്. 2019 മാർച്ചിൽ നിരോധിത റവല്യൂഷണറി പീപ്പിൾസ് ലിബറേഷൻ പാർട്ടിയിൽ അംഗത്വമോ ബന്ധമോ ആരോപിച്ച് അവരെ കുറ്റക്കാരായി കണ്ടെത്തി ദീർഘകാല തടവിന് ശിക്ഷിച്ചു. അറസ്റ്റിലായവർക്ക് നീതിയുക്തമായ ന്യായവിചാരണയ്ക്ക് അർഹതയുണ്ട് എന്ന അവകാശത്തിനു വേണ്ടി അനിശ്ചിതകാലം നിരാഹാര സമരം ആരംഭിച്ചു. 2020 ജനുവരി 2-ാം തീയതി ആരംഭിച്ച നിരാഹാര സമരം നീണ്ട 238 ദിവസങ്ങൾ പിന്നിട്ട് 2020 ഓഗസ്റ്റ് 27-ന് ടിംറ്റിക്കിന്റെ മരണത്തോടെ അവസാനിച്ചു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനായി ഭരണകൂടത്തിനെതിരെ ആരംഭിച്ച നിരാഹാര സമരത്തിൽ മരിക്കുന്ന 4ാമത്തെ തുർക്കി തടവുകാരിയാണ് അവർ.